السلام عليكم ورحمة الله وبركاته. الحمد لله الذي أمر بالوفاء والأمانة ونهى عن الغدر والخيانة، وأشهد أن لا إله إلا الله وأشهد أن محمدا عبد الله ورسوله الصادق الأمين. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبع هديه بإحسان إلى يوم الدين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മരണം വരെ തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഗൗരവമേറിയ ഏറെ പ്രാധാന്യം നിറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കാതോർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു നല്ല ഇസ്ലാമിക സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോൾ പലപ്പോഴും മുസ്ലിമീങ്ങൾക്കും ആ നാടിനുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു വിഭാഗം ആളുകൾ, മുനാഫിക്കുകളായി അള്ളാഹു പരിചയപ്പെടുത്തിയ ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടരായ ഒരു കൂട്ടം ആളുകൾ. അള്ളാഹു നിഫാഖിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട ദുസ്വഭാവമാണ് ആളുകളെ വഞ്ചിക്കുക എന്ന് പറയുന്ന ദുസ്വഭാവം. അതൊരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെയും രാജ്യത്തെയും കുടുംബത്തെയും ഒക്കെ വഞ്ചിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ ശാപവും ഒരു സമൂഹത്തിൻ്റെ വെറുപ്പും ഒക്കെ അയാൾക്കുണ്ടാകുമെന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തെ എടുത്തണിഞ്ഞവനാണ്. ഞാൻ നിയോഗിതനായത് തന്നെ നല്ല സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നബി പോലും വഞ്ചനയാകുന്ന ദുസ്വഭാവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖിയാന. അള്ളാഹുവേ, ചതിയാകുന്ന സ്വഭാവത്തിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതിൻ്റെ ജീവിതത്തിലേക്ക് തരല്ലേ റബ്ബേ എന്ന് ഏറ്റവും നല്ല സൽസ്വഭാവിയായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഫഇന്നഹാ ബിഇസ്സത്തിൽ ബിതാന. ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ചതി എന്ന് പറയുന്ന, വഞ്ചന എന്ന് പറയുന്ന കാര്യം. അത് മുനാഫിക്കിൻ്റെ അടയാളങ്ങളായി അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി. നിഫാഖ്, കപട വിശ്വാസിയുടെ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉതുമിന ഖാന. നമ്മൾ വിശ്വസിച്ചാൽ ചതിക്കുക എന്ന് പറയുന്ന സ്വഭാവം, അവൾ പലരെയും വിശ്വസിച്ചാൽ ചതിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് അത് മുനാഫിക്കാൻ, കപട വിശ്വാസിയാൻ. വഇദാ ആഹദ ഗദറ. പലപ്പോഴും പല വാഗ്ദാനവും വാക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വഞ്ചിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് മുനാഫിഖാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും മോശപ്പെട്ട സ്വഭാവമായി വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. വഞ്ചിക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, വഞ്ചിതരെ അള്ളാഹു സ്നേഹിക്കുകയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഉപദേശം, വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും. സ്വന്തത്തോട് വഞ്ചന കാണിക്കുന്ന, ചതി എന്ന സ്വഭാവത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളോട് നബിയെ നീ തർക്കിക്കേണ്ടതില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമാ. പാപിയായ, ചതിയനായ, വൃത്തികെട്ട ഒരു മനുഷ്യനെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ആ ആയത്തിനെ തുടർത്തിയത് ഇങ്ങനെയാണ്, യസ്തഖ്ഫൂന മിനന്നാസ്. ഉള്ളിൽ വഞ്ചനാപരമായ, ആളുകളെ ദ്രോഹിക്കണം, ആളുകളെ വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചാടിക്കണം, ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം, ഇവിടുത്തെ സമൃദ്ധിയും ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയും ഇവിടുത്തെ ഐശ്വര്യവും തകരണം എന്നുള്ള നിലക്ക് ഉള്ളിൽ അതിനെ ഗോപ്യമായി വെച്ചാലും, ആ വഞ്ചനയെ ആരും അറിയാതെ അവർ കൊണ്ടു നടന്നാലും
ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാമെന്നല്ലാതെ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നൊന്നിനെയും ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് കഴിയുകയില്ല. വഹുവ മഅഹും, റബ്ബ് പറയുന്നു അള്ളാഹു അവരോടൊപ്പം തന്നെയുണ്ട്. ഇത് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, ഒരിക്കലും ഒരാൾക്കും ഇഷ്ടമാവാത്ത വാക്കിന് വേണ്ടി രാത്രികളിൽ നിഗൂഢമായ രഹസ്യങ്ങൾ നടത്തുന്ന രഹസ്യ സംഭാഷണങ്ങളും രഹസ്യ മീറ്റിങ്ങുകളും നടത്തുമ്പോഴും വഹുവ മഅഹും, അള്ളാഹു അവരോടൊപ്പമുണ്ട് എന്ന ചിന്തയുണ്ടാവട്ടെ. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അവരെ വലയം ചെയ്തവനാണ്, അറിവുള്ളവനാണ് എന്നൊരു ബോധ്യം ആ ആയത്തുകളിലൂടെ വിശ്വാസി ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാളെ വഞ്ചിക്കണമെന്നോ ഇനി അതല്ല താൻ അധിവസിക്കുന്ന തനിക്ക് എല്ലാം നൽകിയ, തനിക്ക് സമൃദ്ധിയും ഐശ്വര്യവും തങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകിയ ഒരു നാടുണ്ടാകുമ്പോൾ ആ നാടിന് പുറത്തുള്ള ശക്തികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആള് എത്ര മോശപ്പെട്ടവനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറയുന്നു. അവരുടെ ആഘോഷങ്ങളിലൊക്കെ നിലകൊള്ളുമ്പോഴും യഹ്ലിഫൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു അള്ളാഹുവാണേ ഞങ്ങൾ ഇതിനോടൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഇന്നഹും ലമിൻകും വമാഹും മിൻകും, അവർ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും വമാഹും മിൻകും, അവർ നിങ്ങളോടൊപ്പമല്ല എന്ന് പറയുന്നത് അള്ളാഹുവാൻ. കാരണം ഉള്ളിൽ വിചാരം വേറെയാണ്, ഉള്ളിലെ ദുരുദ്ദേശങ്ങളാണ്. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, റബ്ബ് പറയുന്നു അവർ അവസരം കിട്ടിയാൽ ചിതറി നിന്ന് ഇതിനെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നൊരു ജനതയാണ് എന്നാണ്. എല്ലാ വളർച്ചക്കും ഒപ്പം നിൽക്കും, പക്ഷേ തകർക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരു രാജ്യത്തിനെ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് ഉള്ള അരക്ഷിതാവസ്ഥകൾ കടന്നു വരുമ്പോൾ അവിടെ തന്നെ കൊണ്ടാവുന്ന പണി ആരും അറിയാതെ എടുക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ മോശകരമായ കാര്യമാണ്. ഇനി പിടിക്കപ്പെടുമ്പോഴോ അഭയം തേടി പലതിലേക്കും അവർ ഒളിച്ചു കയറുന്നു. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഘട്ടങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഒരു വിശ്വാസി ജാഗ്രത പാലിക്കാനാണ്. ഒരു വിശ്വാസി തൻ്റെ ഉള്ളിലുള്ള കാര്യത്തെ എല്ലാ നിലക്കും ഒരു ദുരുദ്ദേശത്തോടു കൂടി ജീവിക്കാതെ സതുദ്ദേശവുമായി കഴിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താൻ പിടിക്കപ്പെടുമെന്നറിയുമ്പോൾ ചില അഭയസ്ഥാനങ്ങളിലേക്ക് അവർ ചേക്കേറും. ഔ മഗാറാത്ത്, അതല്ലേ ചില ഗുഹകളിലേക്ക് അവർ ചേക്കേറും. ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഊൻ, ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം പിന്നീട് അവൻ ഒറ്റപ്പെടുകയാണ്. തൻ്റെ കുടുംബത്തിൽ, തൻ്റെ സമൂഹത്തിൽ, തൻ്റെ രാജ്യത്തിൽ ഇതിനെതിരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയാൾ മുതിരുമ്പോൾ അയാൾ സമൂഹത്തിൽ മുഴുവൻ ഒറ്റപ്പെടുമ്പോൾ പിന്നെ തേടുന്നത് ഓരോരോ അഭയ കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറാനാണ്. പക്ഷെ അവർക്ക് സാധ്യമാവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒമൻ ഗശ്ശന ഫലൈസ മിന്ന, ആരെങ്കിലും നമ്മളെ ചതിച്ചാൽ, വഞ്ചിച്ചാൽ, ഇവിടെ നിന്ന് ഇതിൻ്റെ ഐശ്വര്യവും ഇതിൻ്റെ നന്മകളും ഒക്കെ കൊണ്ടിട്ടും പിന്നീട് ഇതിനെതിരെ അനാവശ്യങ്ങൾ പറയാനും ഇതിനെതിരെ ശത്രുക്കൾ പല പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിന് കൂട്ടുപിടിക്കാനും ഒരാൾ ശ്രമിച്ചാൽ മൻ ഗശ്ശന ഫലൈസ മിന്ന, അവൻ നമ്മളിൽ പെട്ടവനല്ല, അവൻ നമ്മുടെ ആളല്ല. ഈ ഇസ്ലാമികമായ മുസ്ലിമിൻ്റെ ഐഡന്റിറ്റി എടുത്തണിയാൻ അവൻ ഒരിക്കലും അർഹനല്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒളിയ ജഡകളിലൂടെ ആരാരും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വലിയ ട്രാൻസാക്ഷനുകളിലേക്ക്, പല ഫണ്ടുകളിലേക്ക്, അതല്ലെങ്കിൽ തൻ്റേതായ ചില പ്രവർത്തനങ്ങളിലേക്ക് പലര് കുടിയേറുകയാണെങ്കിൽ, ചേക്കേറുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവരെ സംബന്ധിച്ച് അറിയുന്നു എന്ന ബോധ്യം എന്തുകൊണ്ട് അവർക്കുണ്ടാകുന്നില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു. ഇദാ ജമഅ അല്ലാഹു അൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യക്കാരെയും അഥവാ അള്ളാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ച മുൻഗാമികളെയും ഇനി അവസാനക്കാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന ഒരു മഹ്ശറുണ്ട്. ആ മഹ്ശറയിൽ, ആ ഖിയാമത്ത് നാളിൽ യുർഫഉ ലികുല്ലി ഗാദിരിൻ ലിവാ, വഞ്ചന എടുത്തണിഞ്ഞവൻ അവൻ്റെ അപഹാസ്യത്തിൻ്റെ കൊടിയുമായി ആ കൊടിക്ക് കീഴിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ്.
ഫയുഖാൽ, അവനോട് പറയപ്പെടും ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നവന്റെ വഞ്ചനതയുടെ അടയാളമാണ് ഇത് എന്നാണ്. സമൂഹത്തിൽ അയാൾ എളിഭ്യനായി, ദുനിയാവിൽ അയാൾ വലിയ നിന്യതയിലേക്ക് പോയി എന്നതിനപ്പുറത്തേക്ക് പരലോകത്തും നിന്യതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വഞ്ചകർക്ക് അല്ലാഹു പാത്തുവെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. വമക്കറു വമക്കറല്ലാഹ്, എത്ര വലിയ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവൻ. അല്ലാഹുവിൻ്റെ തന്ത്രത്തെ പ്രയോഗിക്കാൻ, അല്ലാഹുവിൻ്റെ തന്ത്രത്തെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമാവുകയില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കുന്നതും നമ്മൾ പാരായണം ചെയ്യുന്നതും ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഐശ്വര്യം, ഈ രാജ്യമാകുന്ന, ഈ ഇമാറാത്താകുന്ന ഏറ്റവും നല്ല സമൃദ്ധിയുടെ നാളുകൾ നമുക്കുണ്ടാകുമ്പോൾ എല്ലാവിധ നിർഭയത്വവും എല്ലാവിധ സുരക്ഷിതത്വവും നമുക്ക് വേണ്ടി എല്ലാ നിലക്കും നമ്മൾ ഈ ഒരു പ്രവാസികളായിട്ട് പോലും നമുക്ക് വേണ്ടി സൗകര്യങ്ങൾ നൽകുമ്പോഴും അതിന് നന്ദി കാണിക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങളിൽ, തീവ്രവാദങ്ങളിൽ, അതല്ലെങ്കിൽ മറ്റുള്ള കക്ഷി രാഷ്ട്രീയങ്ങളിലേക്ക് ചേക്കേറി ഇതിനെ വഞ്ചിക്കുവാനും ഇതിനെ അപകീർത്തിപ്പെടുത്തുവാനും ഇതിനെ അവഹേളിക്കുവാനും ഇവിടുത്തെ ഭരണാധികാരികളെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും ഇവിടുത്തെ മറ്റുള്ള സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ എല്ലാ നിലക്കും കേടുവരുത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിഫാഖല്ലാതെ പിന്നെ ഉള്ളിലെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗൗരവത്തിൽ ഉണർത്തിയ ആ മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ നിലക്കും നന്മകൾക്ക് വേണ്ടി നന്മയുടെ ആളായി, ഏറ്റവും നല്ല ആളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ, അത് താൻ അധിവസിക്കുന്ന രാജ്യത്തും താൻ ജനിച്ചു വളർന്ന നാടിനും ഒക്കെ നന്മയുള്ളവനായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബ് പറഞ്ഞു, വലാ തതബദ്ദലുൽ ഖബീസ ബിത്തയ്യിബ്, ചീത്തതിനെ ഒരിക്കലും നന്മയോട്, നല്ലതിനോട് പകരം വച്ച് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ നിന്നാലും അതൊരിക്കലും നല്ല വ്യാഖ്യാനമാവുകയില്ല. ചീത്തത് എന്നും ചീത്തത് തന്നെയാണ്, അനാവശ്യങ്ങളെന്നും അനാവശ്യങ്ങളാണ്, മ്ലേച്ഛതകളെന്നും മ്ലേച്ഛതകളാണ്. അള്ളാഹു പഠിപ്പിച്ച ത്വയ്യിബാത്തുകളെ ജീവിതത്തിൽ എടുത്തണിയുക അല്ലാത്തവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും വൃത്തികെട്ടവനാണെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഹും ശർറുൽ ഖൽഖി വൽ ഖലീഖ, സ്വഭാവം തന്നെ വൃത്തികെട്ടാൽ അവൻ ജീവജാലങ്ങളിൽ പോലും വൃത്തികെട്ടവനായിട്ടാണ് ആ സമൂഹത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് താക്കീത് നൽകിയതാണ്. അവരെ കരുതിയിരിക്കണം. അവർ നിങ്ങളുടെ നമസ്കാരങ്ങളെ വില കുറഞ്ഞ നമസ്കാരങ്ങളായി കാണും. അവർ നിങ്ങളുടെ നോമ്പുകളെ നല്ല നോമ്പായി കണക്കാക്കണമെന്നില്ല. ഖവാരിജുകളുടെ വരവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അവരുടെ നമസ്കാരം കണ്ടാൽ നമുക്ക് തോന്നും നമ്മുടെ നമസ്കാരം ഒന്നുമല്ല, അവരുടെ നോമ്പ് കണ്ടാൽ നമുക്ക് തോന്നും നമ്മുടെ നോമ്പൊന്നുമല്ല. യഖ്റുജു ഫീകും ഖൗമുൻ തഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാതിഹിം, നിങ്ങളുടെ നമസ്കാരങ്ങളെയും അവരുടെ നമസ്കാരങ്ങളെയും താരതമ്യം ചെയ്ത് അവർ പറയും, ഇതെന്ത് നമസ്കാര, ഇതെത്ര മോശപ്പെട്ട നമസ്കാരമാണ്. വസിയാമുക്കും മഅ സിയാമിഹിം, അവരുടെ നോമ്പിനെ, അവരുടെ ആരാധനകളെ നമ്മുടെ ആരാധനകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറയും, ഇത് എത്ര മോശപ്പെട്ടതാണ്, ഇതിൽ ഈമാൻ ഇല്ലല്ലോ, ഇതിൽ നന്മയില്ലല്ലോ, ഇതിന് ഇഖ്ലാസ് ഇല്ലല്ലോ, ഇതിൽ പോരായ്മകളുണ്ടല്ലോ, ഇത് നല്ല അർത്ഥവത്തായ അമലല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്യത കാണിക്കുന്ന ഒരു സമൂഹം കടന്നു വരും. വഅമലക്കും അമലിഹിം, റസൂലുള്ളാഹി പറഞ്ഞു, യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകൾ അവർ അങ്ങനെ പാരായണം ചെയ്യും. പക്ഷേ ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ടക്കുഴിക്ക് കീഴെ, അവരുടെ തൊണ്ടക്കുഴിക്ക് താഴെ അള്ളാഹുവിൻ്റെ കലാം ഇറങ്ങുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത്രമേൽ നന്മകൾ പഠിപ്പിച്ചിട്ടും തുരപ്പൻ സ്വഭാവവുമായി നടക്കുന്നത് അള്ളാഹുവിൻ്റെ കലാം ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്നോ, ഈ ദുസ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ മുനാഫിക്കിന്റെ സ്വഭാവം പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മുടെ ദീന് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ്. നമ്മുടെ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ. കാരണം ഈ സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ യംറുഖൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് അവർ പുറത്തു പോകും, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. ഏതുപോലെ ഒരു ഉദാഹരണവും പറഞ്ഞു, കമാ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ, ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ, വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അതിവേഗതയിൽ ദീനിൽ നിന്ന് അവർ തെന്നിപ്പോകുമെന്നാണ്. നല്ല നമസ്കാരത്തിൻ്റെ ആളുകളായിരുന്നു, നല്ല അമലുകളുടെ ആളുകളായിരുന്നു. പക്ഷേ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും വഞ്ചനയും
ചതിയും കൊണ്ട് നടന്നാൽ, കാപ്പറ്റ്യം വെച്ചുകൊണ്ട് നടന്നാൽ ദീനിൽ നിന്ന് അവർ തെന്നിപ്പോകുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന താക്കീത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അള്ളാഹുവിനെ അനുസരിക്കുന്ന, റസൂലിനെ അനുസരിക്കുന്ന, ഏറ്റവും നല്ലൊരു ഭരണ നേതൃത്വത്തെ അനുസരിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്ന ഭരണാധികാരികൾ അനുസരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അമ്മാ ബഅദ്. വിശ്വാസികളെ, ഈ ദുനിയാവിലും ആഖിറത്തിലെയും ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് പറയുന്നത് ഹൃദയത്തിൽ ചിലതുകൊണ്ട് നടക്കുകയും പുറമെ അതിന് വിപരീതമായ പ്രവർത്തനങ്ങളുമായി കഴിയുക എന്നുള്ളതാണ്. അത്തരം ഒരു കാപ്പറ്റ്യ സ്വഭാവം നിലനിർത്തുന്നത് കൊണ്ട് വ്യക്തിജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും, കുടുംബജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും, സമൂഹത്തിനും രാഷ്ട്രങ്ങൾക്കും അയാളെ കൊണ്ട് ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യങ്ങളെ, അത് ഒരു നമ്മുടെ വ്യക്തിപരമായ കാര്യമായാലും ഇനി കുടുംബപരമായി അള്ളാഹു ഏൽപ്പിച്ച കുറേ ദൗത്യങ്ങളുണ്ട്. അതിനെ അതിൻ്റേതായ ഈമാനോടെ ഇഖ്ലാസോടെ നിർവഹിക്കുക. കാരണം റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുള്ളവനാണ്. തൻ്റെ ഉത്തരവാദിത്തത്തെ കൃത്യമായി നിർവഹിക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ രാജ്യം എത്ര സുരക്ഷിതത്വമാണ് ഇവിടെയുള്ള ഓരോ പൗരനും, ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഒരുക്കുന്നത് എന്നുള്ളത് അനുഭവിച്ചറിയുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ ഖുതുബയുടെ ഓരോ വരികളും പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തോടുള്ള കൂറും, ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും, ഈ രാജ്യത്തോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹത്തെയും സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും പല സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ, ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ അതിവേദനാജനകമായതാണ്, വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഈ വാക്കുകളെ കാതോർത്തത്. ഇവിടെയുള്ള കുട്ടികളൊക്കെ ചെറുപ്പം മുതലേ പാടി നടക്കുന്ന ഇവിടുത്തെ വരികൾ നമ്മളും വർഷങ്ങളായി ഇവിടെ അധിവസിക്കുമ്പോൾ ഇവിടുത്തെ ദേശീയ ഗാനങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്ന വരികളുടെ ആഴവും പരപ്പും ഈ രാജ്യത്തോടുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടിയാണ്. നഫ്ജീക ബിൽ അർവാഹി യാ വതനു. മനപ്പാടമാക്കാത്തൊരു കുട്ടി ഉണ്ടാവില്ല. സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാം. നഫ്ജീക ബിൽ അർവാഹി യാ വതനു. രാജ്യമേ, നിനക്ക് ഞാൻ എൻ്റെ റൂഹ് നൽകുകയാണ്, ഞാൻ എൻ്റെ ആത്മാവ് നൽകുകയാണ്. നമുക്കൊക്കെ കിട്ടിയത് ഐശ്വര്യം, നമ്മുടെ ജീവിതം ഇത്ര സുന്ദരമായത്, ഈ ഹബര ജീവിതം ഇത്ര നല്ല നിലക്ക് കൊണ്ടുപോകാൻ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് കൊണ്ടാണ്, ഈ രാജ്യത്തിൻ്റെ നന്മ കൊണ്ടാണ്, ഇവിടുത്തെ ഭരണാധികാരികളുടെയൊക്കെ എല്ലാവിധ സഹകരണങ്ങളും കൊണ്ടാണ്. ആ നന്മയെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഈ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു വാക്ക് കൊടുക്കുകയാണ്. ഇതിനെതിരെ ഒരിക്കലും എൻ്റെ നാവോ എൻ്റെ കയ്യോ എൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളോ ഇതിനെതിരെ ഉണ്ടാവുകയില്ല എന്ന വാഗ്ദാനവുമായി ഈ രാജ്യത്തേക്ക് ചേക്കേറിയവരാണ്. എന്നാൽ ആ കരാറിനെ പിച്ചി ചീന്തുക എന്ന് പറയുന്നത് ഏറെ മോശകരവുമാണല്ലോ. ഫമൻ നകസ, റബ്ബ് പറയുന്നു, ആരാണോ തൻ്റെ വാഗ്ദാനത്തെ ഛിന്ന ഭിന്നമാക്കി കളയുന്നത്, ആരാണോ താൻ കൊടുത്ത വാക്കിനെ തകർത്ത് കളയുന്നത്, ഫഇന്നമാ യൻകുസു അലാ നഫ്സിഹി, അയാൾ അവൻ്റെ കുടി തോണ്ടി തുടങ്ങുകയാണ്. ആ നിമിഷം മുതൽ അയാളോടുള്ള വാക്കിനെയാണ് അവിടെ നിരാകരിച്ചത്. വമൻ ഔഫാ ബിമാ ആഹദ അലൈഹി, ലേ അല്ലാഹ്, വമൻ ഔഫാ ബിമാ ആഹദ അലൈഹി അല്ലാഹ് ഫസയുതീഹി അജ്റൻ അലീമ. അള്ളാഹുവിൻ്റെ വാക്കും പറഞ്ഞ് താൻ കൈകൊടുത്ത, അള്ളാഹുവിൻ്റെ വാക്കും പറഞ്ഞ് താൻ വാക്ക് പറഞ്ഞ ഒരു കാര്യം, വാഗ്ദാനം നൽകിയ ഒരു കാര്യത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു നൽകുന്നത് മാന്യമായ കൂലിയാണ്, മഹത്തായ പ്രതിഫലമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ കുടുംബവും നമ്മുടെ നാടുമൊക്കെ നിലനിൽക്കാൻ പാകത്തിൽ അതിനുവേണ്ടിയുള്ള സുരക്ഷിതത്വം നൽകുന്ന സംവിധാനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങളുടെയൊക്കെ പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ അതിർവരമ്പുകളിൽ കണ്ണിമ വട്ടാതെ
ഒരിക്കലും ഉറങ്ങാതെ കണ്ണും തുറന്ന് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഭടന്മാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാ നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, ഐനാനി ലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾ ഒരിക്കലും അതിനെ നരകം സ്പർശിക്കുകയില്ല, നരകം തൊടുകയില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, ഒന്ന് അള്ളാഹിനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണാണോ നരകം തൊടൂല എന്നാണ്. അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് കരയുന്ന കണ്ണുകൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. രണ്ടാമത്തേത് റസൂലുള്ള പറഞ്ഞു, വഅയ്നുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹാരിസായി കാവലായി നിലകൊണ്ട കണ്ണ്, ആ കണ്ണ് ഒരിക്കലും നരകം തൊടൂല എന്ന് പറയുമ്പോൾ അനേകായിരം കണ്ണുകൾ, അനേകായിരം ഹൃദയങ്ങൾ, അനേകായിരം കൈകാലുകൾ ഇതിൻ്റെ അതിർവരമ്പുകളിലും ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ അവരെ സഹായിക്കാനാണ്, അവർക്ക് സഹകരണം അർപ്പിക്കാനാണ് ഇവിടെ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അല്ലാതെ അതിനെതിരെ ഉണ്ടാകുന്ന സഹായങ്ങളിലേക്ക് ചേക്കേറിയാൽ അത് നിഫാഖാണ് എന്നുള്ള കാര്യത്തെ ഓർമ്മിപ്പിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ഇത്രവേൽ വിശുദ്ധ ഖുർആനിലെയും പ്രവാചകന്റെയും ഹദീസുകളെ നല്ല നിലക്കുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും കാതോർത്തത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവിധ നന്മയുടെയും മറ്റ് സൗകര്യങ്ങളുടെയും മറ്റ് സുരക്ഷിതമായ സംവിധാനങ്ങളുടെയും സഹായത്തിനു വേണ്ടി, സഹകരണത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള മനസ്സും ക്ഷമയും ശാരീരികമായ ക്ഷമതയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് കടന്നു വന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന് ഇനിയും അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ, സമൃദ്ധി നൽകുമാറാവട്ടെ. ഈ രാജ്യത്ത് ഒരു നേരം, ഒരു നിമിഷങ്ങളിൽ ചില പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്നും അതിൻ്റെ ഭീതികളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഭരണാധികാരികൾക്കും ഇതിൻ്റെ സുരക്ഷാ വകുപ്പുകൾക്കും ഇതിൻ്റെ മറ്റുള്ള എല്ലാവിധ ആളുകൾക്കും അള്ളാഹു നന്മകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ അധിവസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിഫാഖിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവേ, നിഫാഖിൻ്റെ എല്ലാവിധ അടയാളങ്ങളിൽ നിന്നും റബ്ബേ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹുവെ, ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി റബ്ബേ നീ ഞങ്ങളെ മാറ്റണേ. അല്ലാഹുമ്മ ഇഹ്ഫദ് വതനനാ വഅയ്യിദ് ബിതൗഫീഖിക ഖിയാദതനാ വൻസുർ ബിഖുദ്റതിക ഖുവ്വാതിനാ വശദ്ദിദ് റിജാല അംരിനാ. അല്ലാഹുമ്മ മൻ അറാദ ബിവതനിനാ ഖൈറൻ ഫവഫിഖ്ഹു ലികുല്ലി ഖൈർ വമൻ അറാദ ബിഹി സൂആ ഫറുദ്ദ കൈദഹു ഫീ നഹ്രിഹി വജ്അൽ തദ്മീറഹു ഫീ തദ്ബീരിഹി ومن أراد به خيانة وغدرا فأبطل سعيه وأحبط مكره ورد عليه شره واجعل دائرة السوء عليه إنك أنت القوي العزيز. اللهم احفظ شباب وطننا من الأفكار الحدامة والولاءات المتطرفة ووفق اللهم الآباء لتحصين أبنائهم من خطر التطرف والإرهاب وأقر أعينهم بصدق ولاء أولادهم وإخلاصهم لوطنهم وحسن تعلمهم وعملهم. اللهم اجعلنا بك مؤمنين ولك عابدين ولوطننا أوفياء صادقين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم إنا نسألك من النعم تمامها ومن العافية دوامها ومن الخير أكمله ومن اللطف أجمله. اللهم احفظ شيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وهاديا ومسددا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين وشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل ما أنزلته من غيثك سقيا رحمة ونعمة تكثر بها البركات وتخرج بها الخيرات. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.